ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധമായ ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനായി അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. സാക്ഷ്യം പറയുവാനായി വൈകിയതിനും ക്ഷമ ചോദിക്കുന്നു. 2019 നവംബർ 18 ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത്. അന്ന് കോവിഡിൻ്റെ ഒരു സാഹചര്യമായിരുന്നുകൊണ്ട് എനിക്ക് ആ ഉടമ്പടി തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചില്ല. പേര് സാലി വർഗീസ്, നേരിമംഗലത്ത് നിന്നാണ് വരുന്നത്. 2022 നവംബർ മാസം 23 ഞാൻ വീണ്ടും ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ 2018 ഈ കൃപാസനം പത്രം ധാരാളമായിട്ട് എൻ്റെ കൈകളിൽ കൂടി വന്നു പോകുമായിരുന്നു. അങ്ങനെ എനിക്ക് ഇത്രയും ദൂരമൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വരാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ മാതാവ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ബസ് വരുന്നുണ്ടായിരുന്നു. അവരും എന്നെ കൂട്ടി ഞങ്ങൾ കുറേ പേര് കൂടി ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ 2022 മുതൽ ഇന്ന് വരെ ഉടമ്പടിയിലാണ്. 40 വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദനയായിരുന്നു. ആ തലവേദന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ ചെയ്യണമെന്നറിയില്ല. അതേപോലെ ബുദ്ധിമുട്ടായിരുന്നു. പല ആശുപത്രികളിൽ കാണിച്ചു, ഒരു സൗഖ്യവും കിട്ടിയില്ല. അങ്ങനെ ഞാൻ കോലഞ്ചേരി മെഡിക്കൽ മിഷനിലെ ന്യൂറോയിലെ ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ എനിക്ക് 6 മാസം വീതം മരുന്നിന് കുറിച്ച് തരും. അത് കഴിക്കും, വീണ്ടും അത് നിർത്തി കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. അങ്ങനെ ഞാൻ വീണ്ടും കഴിക്കും. അങ്ങനെ കുറേ നാൾ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ മാതാവ് ഇങ്ങോട്ട് വിളിക്കുന്നതായിട്ട് തോന്നി. അങ്ങനെ ഞാൻ 2022 ഇവിടെ വന്നേ. അപ്പോൾ വന്ന ആദ്യമേ തന്നെ ഉടമ്പടിയിൽ ആദ്യം നിയോഗം വെച്ചത്, മാതാവേ എൻ്റെ ഈ തലവേദന എനിക്കൊന്ന് മാറ്റിത്തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ എനിക്ക് അതുവരെ ഉണ്ടാകാതിരുന്നതിനേക്കാൾ ശക്തിയായ തലവേദനയായിരുന്നു. പക്ഷേ ഞാൻ 2 ഗുളിക കഴിച്ചു വീടെത്തുന്നിടം വരെ. എന്നിട്ട് വീട്ടിൽ ചെന്ന് കുളിച്ച് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. നേരം വെളുത്തിട്ട് പിന്നെ ഇന്ന് ഈ സമയം വരെ എനിക്ക് ആ മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, വർഷങ്ങളായി ഞങ്ങളുടെ കിണറിൽ വെള്ളം വറ്റി പോകുമായിരുന്നു. അപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് കിണറിൽ ധാരാളമായിട്ട് വെള്ളം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, ആവശ്യത്തിന് വെള്ളമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഭവനമില്ലായിരുന്നു. ഒരു ഭവനത്തിന് വേണ്ടി ഞങ്ങൾ നിരന്തരം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2024 മെയ് മാസത്തിൽ ഞങ്ങൾ വീട് കാണാനായിട്ട് പോയി. അങ്ങനെ വീട് കാണാനായിട്ട് പല വീടുകളും കണ്ടു, ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കാണാൻ പോയി ഒരു വീട്. അവിടെ ചെന്നപ്പോൾ അത് കുറേ വലിയ വീടാണ്, പക്ഷേ അതിനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പം എന്നിട്ട് ഇതിൻ്റെ കാര്യത്തെക്കുറിച്ച് പിന്നീട് സംസാരിക്കാമെന്ന് ബ്രോക്കറോട് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. അതിനുശേഷം വീണ്ടും കുറേ വീടുകൾ കണ്ടു, എന്നിട്ടൊന്നും ശരിയാവണില്ല. അപ്പം ആ ബ്രോക്കർ തന്നെ പറഞ്ഞു, നിങ്ങൾ ആദ്യം കണ്ട വീട് തന്നെ ഒന്നും കൂടി കാണ്, അത് നിങ്ങൾക്ക് പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വീട് തന്നെ വീണ്ടും വന്ന് കണ്ടു. അങ്ങനെ ഞാനിങ്ങനെ മാതാവിനോട് ആ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, നിനക്കായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന ഭവനമാണിത്, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പറയുകയാണ്, മാതാവേ എനിക്കിത് വാങ്ങിക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല, അതുകൊണ്ട് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതെല്ലാം നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 1 രൂപ പോലും ഇല്ലാതിരുന്ന ആ സ്ഥലത്ത് നല്ലൊരു എമൗണ്ട് കൊടുത്ത് ആ വീട് ഞങ്ങൾക്ക് വാങ്ങിക്കുവാനായിട്ട് കഴിഞ്ഞു. 10 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് വീടുമുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ആ ഭവനത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ വീട് താമസത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങുന്നതിന് മുമ്പ് മാതാവിനോട് പറഞ്ഞായിരുന്നു, ഈ ഭവനത്തിൻ്റെ താക്കോലുമായിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നതിന് ശേഷം മാത്രമാണ് ഈ ഭവനത്തിൽ താമസിക്കുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ ആ താക്കോലുമായിട്ട് മാതാവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് താക്കോല് കാണിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്നിട്ടാണ് എൻ്റെ ഭവനത്തിൽ നിന്ന് ഈ ഭവനത്തിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തത്. അതെനിക്ക് മാതാവ് ഈശോയും തന്ന ഒരു വലിയ അനുഗ്രഹമാണ്. 3 വർഷം എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കാൻ പറ്റി. നിരവധിയായ രോഗസൗഖ്യങ്ങൾ അതിലൂടെ എനിക്ക് കിട്ടി. എൻ്റെ കുടുംബത്തിനും നല്ലൊരു അനുഗ്രഹമായിരുന്നു. ഞാനും എൻ്റെ മക്കളും കൂടിയാണ് ആ ജപമാല റാലിയിൽ പങ്കെടുത്തത്. വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും ജീവിക്കണമെന്ന് ഞാൻ
ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു. അങ്ങനെ ഞാൻ യെശയ്യാ 45:2-3 വാക്യങ്ങൾ എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കും. ഞാൻ നിനക്ക് മുമ്പായി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അവ ഭൂമിയെ നനച്ച് വിതപ്പാൻ വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും ലഭ്യമാക്കുന്നു എന്ന വചനവും, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന വചനവും, ഫിലിപ്പിയ 4:19 എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന വചനവും ഞാൻ നിരന്തരമായി ഉരുവിട്ട് പ്രാർത്ഥിക്കും. അതുമൂലം എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഏറെക്കുറെ പരിഹരിക്കാൻ കഴിഞ്ഞു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കും. എന്നെ പോലെ തന്നെ മറ്റുള്ളവർക്കും ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടട്ടെ എന്ന് ഈശോയോടും മാതാവിനോടും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചതിലൂടെ എനിക്ക് 30 വർഷത്തോളമായിരുന്ന ഗ്യാസ് അസിഡിറ്റിയുടെ പ്രോബ്ലം, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യമേ തന്നെ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഒരു നുള്ളു ഉപ്പിട്ട് ഞങ്ങളെല്ലാവരും വീട്ടിൽ കഴിക്കും. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഭക്ഷണം. പിന്നെ എനിക്ക് ഡ്രൈവിങ് പഠിച്ച് 2 വീലറിൻ്റെ ലൈസൻസ് എടുക്കാനായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച കാര്യമായിരുന്നു അത്. ഈ ലൈസൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് എന്നേക്കാൾ പ്രായം കുറഞ്ഞ 10ഉം 20ഉം വയസ്സൊക്കെയുള്ള പിള്ളേരെല്ലാം തോറ്റുപോയി ടെസ്റ്റിൽ. പക്ഷേ മാതാവ് എന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. അതിലെനിക്ക് മാതാവിനോടും ഈശോയോടും കോടാനുകോടി നന്ദി പറയുന്നു. ആത്മീയമായിട്ട് രാവിലെയും വൈകിട്ടും സന്ധ്യാപ്രാർത്ഥനയും വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം വെളുപ്പിന് 5 മണി 5:20 ആകുമ്പോഴേക്കും ഞാൻ എണീറ്റ് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങും. അങ്ങനെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും. പിന്നെ ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും, ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യും. ഇവിടെ ഉണ്ടാകുന്ന സാക്ഷ്യങ്ങൾ ഒരു 99% ഞാൻ കാണാറുണ്ട്. അത് ആർക്കാണോ ആവശ്യം അവർക്ക് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വാങ്ങി 5-6 കെട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട്. അത് കൊണ്ടുപോയിട്ട് എനിക്കൊരു ഷോപ്പുണ്ട്, ആ ഷോപ്പിൽ വരുന്നവർക്ക് കൊടുക്കും. പിന്നെ പോകുന്ന വഴിയിലും ബസ്സിലും എല്ലാം ആളുകൾക്ക് കൊടുക്കും. പിന്നെ ഓർഫനേജിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഈശോയും മാതാവിനെയും പറഞ്ഞ് പരിചയപ്പെടുത്തും, അവർക്ക് വേണ്ടുന്ന ഫുഡ് കൊടുക്കും. അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യും. പിന്നെ ഓർഫനേജിൽ ഫുഡ് കൊടുക്കാനായിട്ട് എനിക്ക് പല സമയങ്ങളിലും സാധിച്ചിട്ടുണ്ട്. പിന്നെ വിശന്ന് വരുന്നവരെ കണ്ടാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു കൃപ, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കാനും, അന്നന്ന് വേണ്ട ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആളുകൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലുണ്ട്. അവർക്കെല്ലാം ഞാൻ എൻ്റെ കഴിയുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം ഈശോയുടെയും അമ്മയുടെയും കൃപയാൽ മാത്രമാണ്, എനിക്കൊരു കഴിവുമില്ല. അങ്ങനെ ഈ ഉടമ്പടി വഴിയായി എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. 27-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. സാലി എന്ന ഈ മകളുടെ ഉടമ്പടി സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടലിലൂടെ അവർക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഈ അമ്മ ഈ സാക്ഷ്യ അൾത്താരയിൽ ഇവിടെ കയറി നിൽക്കുന്നത്. 40 വർഷമായിട്ടുണ്ടായിരുന്ന മൈഗ്രെയിൻ എന്ന തലവേദന അവരെ വളരെയധികം വേദനിപ്പിക്കുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്തത് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് സമയച്ചുരുക്കത്തിനുള്ളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അവർക്ക് വലിയ ഒരു ഹീലിംഗ്, ഒരു സൗഖ്യം നൽകി ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വീടുണ്ടാവണം. അവരുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി, ത്യാഗത്തിൻ്റെ ഫലമായി അവർക്കൊരു വീട് ലഭിക്കുവാനായി പരിശുദ്ധ അമ്മ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് അവർക്കൊരു നല്ല വീട് ലഭിച്ചു. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യുവാനുള്ള വിശ്വാസം വർദ്ധിച്ചു, പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹം ലഭിച്ചു. അങ്ങനെ ഈ ഒരു അമ്മയുടെ മാത്രം വലിയ കഷ്ടപ്പാടിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും എല്ലാം
വലിയ വിലയാണ് ഈശോ അവർക്ക് നൽകിയിട്ടുള്ള വലിയ വലിയ അനുഗ്രഹങ്ങൾ. ഇവർ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിനെല്ലാം ഉത്തരം ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവരുടെ കിണറ്റിലെ വെള്ളം വറ്റിപ്പോയപ്പോൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഇവിടെ നിന്നുള്ള കൊണ്ടുപോയ നേർച്ച വസ്തുവായ ഉപ്പ് അവിടെ ഇട്ട് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഇവരുടെ കിണറ്റിലെ വെള്ളം ഒരിക്കലും വറ്റിയിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഒരുപാട് മക്കളാണ് അങ്ങനെ ഈശോ അവർക്ക് അവരുടെ കിണറ്റിൽ കുടിവെള്ള ക്ഷാമം അവർക്ക് മാറ്റി കൊടുത്തിട്ടുള്ളത്. ഈശോ തന്നെ നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നിൽ നിന്ന് കുടിക്കുവിൻ, നിങ്ങളുടെ ദാഹം തീർക്കുവിൻ എന്ന് ഈശോ പറയുന്നുണ്ട്. ആ ഈശോ തന്നെ കുരിശിൽ കിടന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും വെള്ളം നൽകുന്ന ഈശോ തന്നെ എനിക്ക് ദാഹിക്കുന്നു എന്നും വിളിച്ച് കരയുന്നുണ്ട്. നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് ആ ഈശോയുടെ ദാഹം ശമിക്കുന്നതെന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ നാം വായിച്ചെടുക്കുന്നത്. നമ്മുടെ വിശ്വാസ കൈമാറ്റം നമ്മുടെ മക്കളോട് നാം കൈമാറുന്നത് എന്താണ്? നാം തന്നെയാണ്. പല അമ്മമാരും മാത്രം വീടുകളിൽ ഉടമ്പടി എടുത്ത് മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. അമ്മമാർക്കും മാതാപിതാക്കൾക്കും എന്തെങ്കിലും ഒരാവശ്യം വരുമ്പോൾ അവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? ഇവിടെയൊക്കെ നമ്മുടെ വിശ്വാസ കൈമാറ്റം എന്തുമാത്രം നടന്നു എന്ന് നമുക്ക് മാറ്റുരച്ച് നോക്കേണ്ട വലിയൊരു ആവശ്യമുണ്ട്. ഈ അമ്മയുടെ ത്യാഗത്തിന് ഈശോ നൽകിയ ഒരു വലിയ സമ്മാനമായിട്ട് ഈ സാക്ഷ്യത്തെ നമുക്ക് മനസ്സിലാക്കാം. ഈശോയും പരിശുദ്ധ അമ്മയും ഇവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഈ കുടുംബത്തിന് ലഭിച്ച സാലിയുടെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.